റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഞാൻ തന്നെ കുറെ സമയം ഇന്ന് കരഞ്ഞു. എന്നിട്ട് ഇത്രയും എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ജോബ് അല്ല ഇത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കിട്ടിയാണ്. അപ്പം എന്ത് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചേട്ടനെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കിട്ടി. നമ്മൾ രണ്ടും പിന്നെ ഒരുമിച്ച് ഇന്ന് കരയാൻ തുടങ്ങി. അത് റേസ് അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. വലിയ സന്തോഷം. അവൾ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ഇതുവരെ എത്തിയത്. ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് ദൈവത്തിനെ വിളിച്ചു. ദൈവത്തിന്റെ സഹായം എന്നേ പറയാൻ പറ്റുള്ളൂ. രാവിലെ എന്നില്ല രാത്രി എന്നില്ല, എപ്പോഴും പഠിത്തം. അപ്പൊ പഠിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴത്തേക്കും മോട്ടിവേറ്റ് ചെയ്യുക. ഒരു പരീക്ഷ പോവും, വീണ്ടും കുറെ കരയും. ഞാൻ പറഞ്ഞു പോട്ടോ, അടുത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് അവസാനം കിട്ടി. അതാണ് വളരെ സന്തോഷം. ഹായ്, എൻ്റെ പേര് ഗോപിക. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. റേസിലെ മെയ് 2022 ബാച്ചായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ CGL 2025 ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് സൂപ്രണ്ടൻ്റായിട്ടാണ് എനിക്ക് കിട്ടിയ പോസ്റ്റ്. ഞാൻ മെയ് 2022 ബാച്ചിൽ വന്നതിന് ശേഷം ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലാസ്സിന് സർക്കിളിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനൊക്കെ വരുമായിരുന്നു. പിന്നെ എക്സ്ട്രീം സർക്കിളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബാങ്ക് അല്ലെങ്കിൽ SSC ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ SSCയിലെ ഈ നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ജോബ് കണ്ടപ്പോൾ SSC ആണ് നല്ലതെന്ന് തോന്നി, അങ്ങനെ ചൂസ് ചെയ്തു. എനിക്കിപ്പം ഏകദേശം ഒരു 3 to 4 years ആയി എനിക്കിതിപ്പോൾ ക്രാക്ക് ചെയ്യാൻ. കൺസിസ്റ്റൻസി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് തന്നെയാണ് കൺസിസ്റ്റൻസി. അപ്പോൾ കുറേ സമയം എനിക്ക് കുറേ എക്സാംസൊക്കെ ഫെയിൽ ആകുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് തോന്നിയിട്ടുണ്ട്. ആ സമയമൊക്കെ എൻ്റെ ചേട്ടനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാമിലി സപ്പോർട്ടും അച്ഛനും അമ്മയാണെങ്കിലും. എൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു, എനിക്ക് BSc മാത്സ് ആയിരുന്നത് കൊണ്ട് എനിക്ക് മാത്സ് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇംഗ്ലീഷായിരുന്നു എൻ്റെ വീക്കായിട്ടുള്ള. അതിന് പിന്നെ ന്യൂസ് പേപ്പറൊക്കെ ഡെയിലി റീഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഗ്രാമറൊക്കെ നോക്കി അങ്ങനെ. മോക്ക് ടെസ്റ്റ് ഞാൻ ഡെയിലി സെക്ഷണൽ മോക്ക് ടെസ്റ്റ് രാവിലെ തന്നെ ചെയ്യുമായിരുന്നു. എല്ലാം ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുമായിരുന്നു. നന്നായിട്ട് എന്നിട്ട് അതിനെ റിവ്യൂവും ചെയ്യുമായിരുന്നു. അത് റിവ്യൂ ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. നമ്മൾ ഏറ്റവും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലല്ല, അത് എങ്ങനെ റിവ്യൂ ഒരു 1 to 2 hours ആയിട്ട് റിവ്യൂ ചെയ്യുമായിരുന്നു. രണ്ടും മോക്ക് ടെസ്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. സ്പീഡായാലും ആക്യുറസി ആയാലും ഒരു 20 minutes സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ഒരു 1 to 2 months കഴിയുമ്പം നമ്മൾ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടും ഇൻക്രീസ് ആവും, ഡീമോട്ടിവേറ്റ് ആവും. പിന്നെ ഇതല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. SSC തന്നെയാണ്. MSCക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇത് തന്നെ എങ്ങനെയും ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എത്ര ഇയേഴ്സ് എടുത്താലും ഇത് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ മനസ്സിൽ ഉറപ്പിച്ച ആ ഒരു ഗോളോട് തന്നെയാണ് പോയിക്കൊണ്ട്. റേസിൽ വന്നപ്പോഴാണ് എനിക്കൊരു ബേസിക് കിട്ടിയത്. അതായത് എന്താണ് SSC, എങ്ങനെയാണ് എന്നുള്ളൊരു ബേസിക് കിട്ടിയത് റേസിൽ നിന്നാണ്. പിന്നെ എക്സ്ട്രീം സർക്കിൾ, പിന്നെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത് റേസിൽ വന്നതിന് ശേഷമാണ്. ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൂടെയാണ് എനിക്കിതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയത്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ. റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഞാൻ തന്നെ കുറെ സമയം ഇന്ന് കരഞ്ഞു. എന്നിട്ട് ഇത്രയും എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ജോബ് അല്ല ഇത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കിട്ടിയാണ്. അപ്പം എന്ത് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചേട്ടനെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കിട്ടി. നമ്മൾ രണ്ടും പിന്നെ ഒരുമിച്ച് ഇന്ന് കരയാൻ തുടങ്ങി. അത് റേസ് അങ്ങനെ ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പ്രഷർ ചെയ്തിട്ടില്ല എപ്പോഴും പഠിക്കണം. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിട്ട് അവർ പഠിക്കരുത് എന്നാണ് പറഞ്ഞത്. എപ്പോഴും പഠിക്കണ്ട എന്നാണ് അവർ എപ്പോഴും എന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു കല്യാണത്തിന് പോലും പോകില്ലായിരുന്നു. എപ്പോഴും ഈ എൻ്റെ റൂമിൻ്റെ അകത്ത് നിന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം അവരൊരിക്കലും എന്നെ അതിലും എത്രയോ എക്സാം ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്. അതിലൊരിക്കലും അവരെന്നെ എന്തുകൊണ്ട് ഫെയിലായി അങ്ങനെയൊന്നും ചോദിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഇൻകം ടാക്സ് ആയിരുന്നു എൻ്റെ മെയിൻ ഡ്രീം ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ആയിരുന്നു. അത് കിട്ടും ഞാൻ വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷനാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറാൻ വേണ്ടി. ഇൻകം ടാക്സ് തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഒരു ഇനീഷ്യൽ സ്റ്റേജിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കിട്ടിയ എളുപ്പമാണ്. പക്ഷെ അത് നമ്മൾ ആ ഒരു ഇത് അറിഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് എന്നിരുന്നാലും ഒരുപാട് ഫെയിലിയർ ഉണ്ടായിരുന്നാലും ഇത് ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. ഹാർഡ് വർക്ക് ഓൾവേസ് പേ ഓഫ്. അത് എനിക്ക് എൻ്റെ ഒരു റിസൾട്ടിലൂടെ എനിക്ക് പറയാൻ പറ്റും. കൺസിസ്റ്റൻസി ഈസ് ദി കീ ടു സക്സസ്. വലിയ സന്തോഷം. അവൾ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ഇതുവരെ എത്തിയത്. പുറത്തു പോലും അങ്ങനെ ഇറങ്ങിയിരുന്നു. ഒരു ഫങ്ഷൻ വന്നാൽ പോലും പുറത്തങ്ങനെ ഇറങ്ങില്ല. അവള്
അത്ര ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ഇതിലെത്തിയത്. 3 വർഷം അപ്പം ആദ്യമൊക്കെ അവള് പറയുമായിരുന്നു അമ്മ എന്നെ കൊണ്ട് സാധിക്കൂല ഇത് സാധിക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗൺ ആവുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല പറ്റും ചെയ്ത് ഇത് നിനക്ക് എന്നെ കൊണ്ട് പറ്റും. പിന്നെ മോനായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നതിൽ എന്നെ കൊണ്ട് പറ്റും, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2-3 പരീക്ഷയൊക്കെ എഴുതിയപ്പോഴത്തേക്ക് അത് ആ വിചാരിച്ച മാർക്കൊന്നും കിട്ടാതായി. ഇപ്പൊ പിന്നെ ഈ പ്രിലിംസിന് തന്നെ ഇത്രയും പിള്ളേർ ഫെയിലായി. അപ്പോൾ പിന്നെ അത് പ്രിലിംസ് കിട്ടും. അപ്പോൾ പ്രിലിംസിന് തന്നെ മോക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അതിൽ നല്ല മാർക്ക് കിട്ടി. പിന്നെ അതുപോലെ ഇതിന് ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു എക്സാമിന് കയറുമ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചു അതേ ടെൻഷനോടെയാണ് കയറുന്നത്. ടെൻഷൻ തന്നെയായിരുന്നു, എപ്പോഴും ടെൻഷൻ തന്നെ. ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് ദൈവത്തിനെ വിളിച്ചു, ദൈവത്തിന്റെ സഹായം എന്നേ പറയാൻ പറ്റുള്ളൂ. ഫെയിലായി പോയതാണ്, അതുകൊണ്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. നമുക്ക് അറിയാലോ നമ്മളെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും അവർക്കത് എടുക്കാൻ പറ്റുമോ എങ്കിൽ ഒരിക്കലും അവരെ ഡൗൺ ആക്കരുത്, മുന്നോട്ട് എന്നെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കിട്ടും. ഇതെന്റെ ചേട്ടനാണ്, കേരള പോലീസ് CPO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടനാണ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്താൻ ഒരു മെയിൻ പില്ലർ അത് എന്റെ ചേട്ടൻ തന്നെയാണ്. അച്ഛനും അമ്മേന്റെ അതേ ഒരു ഇതാ ചേട്ടനും ഉണ്ട്. നല്ലപോലെ കഷ്ടപ്പെട്ടു, രാവിലെ എന്നില്ല രാത്രി എന്നില്ല, എപ്പോഴും പഠിത്തം. അപ്പൊ പഠിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴത്തേക്കും മോട്ടിവേറ്റ് ചെയ്യുക. ഒരു പരീക്ഷ പോവും, വീണ്ടും കുറെ കാര്യം ഞാൻ പറഞ്ഞു പോട്ടെ അടുത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് അവസാനം കിട്ടി. അതാണ് വളരെ സന്തോഷം. കഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കിട്ടും എന്നൊരു ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ നല്ലപോലെ പഠിക്കും. 10ാം ക്ലാസ് ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും നല്ല ഹൈ മാർക്കോടെയാണ് ജയിച്ചത്. അപ്പോൾ അത്രയും പഠിക്കുന്ന ഒരു ടാലന്റുള്ള കുട്ടിക്ക് നല്ലൊരു ലെവലുള്ള ഒരു ജോബ് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ കിട്ടി. കുറെ താമസിച്ചു, പക്ഷെ കഷ്ടപ്പെട്ടാലും എന്നാലും കിട്ടും എന്നതിനൊരു യഥാർത്ഥ എക്സാമ്പിളാണ് അവള്. റിസൾട്ട് വിളിച്ചു വന്നപ്പോഴേക്കും ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോഴത്തേക്കും ഡ്യൂട്ടിയിലാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലായിടത്തും പറഞ്ഞു, അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് വല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു അത് കിട്ടിയപ്പോൾ. എനിക്ക് ജോലി കിട്ടിയെക്കാട്ടി സന്തോഷമായിരുന്നു ഇവർക്ക് ജോലി കിട്ടിയപ്പോൾ. ഇതെന്റെ അപ്പച്ചിയാണ്, എന്റെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. കിട്ടിയത് ഭയങ്കര സന്തോഷം.